വിളിക്കുകയും ചെയ്യുന്നു. അപ്പൊ വഹാബിസും ഒരു പഠനം എന്നതിന്റെ കുറിച്ച് ആളിവിടെ. അപ്പൊ ഇത് പറഞ്ഞ എന്താ, ഇയാൾ എന്ന് പറഞ്ഞ ഉഗാണ്ടിയിലൊന്നല്ല, എനിക്ക് ഇയാൾ ഇടക്കിടക്ക് ഇവിടെ വരുന്ന ആളുമാണ്. അംസു ഗോബാക്കി എന്ന ആള് ഇവിടെ ഇപ്പൊ അടുത്താണ് രാമനാട്ടുകര ദർശനത്തുണ്ട്. രാമനാട്ടുകാരൻ ഇപ്പൊ മാറിയിട്ടുണ്ടാവും. മുനീറല്ല, മുനീറ ദർശനത്തിന് ആള് മുനീറ മൂപ്പരെ പേര അവിടെ പോയാൽ കാണാൻ. പക്ഷെ ഇത് ഇല്ലാതെ പറയുകയാണെങ്കിൽ ആ കോപ്പി ആയിട്ട് പോകണം എന്നാ മൂപ്പര് പറഞ്ഞത്. ഇപ്പൊ അൽമുർഷിദായിട്ട് പോകണമെങ്കിൽ അതിലില്ലാതെ ആ കോപ്പി ആയിട്ട് പോകണം മൂപ്പര്. കോപ്പി എടുത്ത് ആ പേജൊക്കെ അതേപോലെ നോക്കി കുറെ പേജ് പറയുന്നുണ്ട്. മൂപ്പര് പറഞ്ഞത് അതിലില്ലാതെ ഇടയ്ക്കിടെ എത്തിൻകുട്ടികളുടെ വക വർണ്ണാനന്ദകരമായ ഗാനങ്ങളും അറബി ഉറുദു സംഭാഷണം ഉണ്ടായിരുന്നു. ബോംബെ കേരള മുസ്ലിം ജമാഅത്ത് ജനാബ് ഹാജി പി ടി ഉമർ പ്രകടിപ്പിച്ചോടെ ഒരു മൊഴി പരിപാടി നടന്നതിന്റെ പരിപാടിയായി പറഞ്ഞത് മൂപ്പര്. അപ്പൊ ഈ അൽമുർഷിദ് ഒന്നെങ്കിലും തള്ളണം, അല്ലെങ്കിൽ ആ മൗലവിനെ പച്ച തള്ളണം, അത് ഞങ്ങൾ നേതാവല്ല എന്ന് പറയണം. കാരണം ഞങ്ങളിപ്പോ ഈ ഏപ്പിസ്ഥാന്റെ ഒരു പുസ്തകത്തിൽ വന്നാൽ ഞങ്ങൾ പറയാം, ഇതിപ്പോ ഏപ്പിസ്ഥാന്റെ പുസ്തകത്തിൽ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല, അവിടെ ഉണ്ട് എന്ന്. അപ്പൊ ഞങ്ങൾ പിന്നെ ഏപ്പിസ്ഥാൻ അംഗീകരിക്കും. ഞങ്ങള് ഇപ്പൊ ഇത്രയും കാലം ഞങ്ങൾ എന്താ പഠിപ്പിച്ചത്, ഇതിനാ ഏപ്പിസ്ഥാണെന്ന് വെച്ചില്ലേ? എങ്ങാടിച്ച് ചോദിക്കണോ ഇത്രയും കാലം ഞങ്ങളെ പഠിപ്പിച്ച ഇതിനാണോ? ഇതാണ് ഇത് ഒന്നും മാത്രമില്ല, എല്ലാ വിഷയമുണ്ട്. സ്ത്രീ ജമാഅത്തിൽ ആദ്യമായിട്ട് പെണ്ണ് പള്ളിയിൽ ഒതായ പള്ളിയിലാണ്. എന്റെ അതിന് മുന്നേ ഒതായ ഖദീജാന്റെ ഉമ്മാക്കൊന്നും പോകാൻ പറ്റിയില്ലേ, വെല്ലിമാക്ക് പോകാൻ പറ്റിയില്ലേ? അവരൊക്കെ എന്ത് ജാലിയ കാലത്ത് കിടന്നു വയലിരുന്ന് അവർക്കൊന്നും പള്ളി പോകാൻ തോന്നിയില്ല. ഷാഫി ഇമാമിന്റെ അവർക്ക് പറ്റില്ല. ഹദീസുകളുണ്ടല്ലോ, അതാണ് നമ്മള്. നബിന്റെ കാലത്ത് നായ്ക്കളും പള്ളിയിൽ പോയിട്ടുണ്ടല്ലോ. അപ്പോഴോ നിങ്ങൾ നായ്ക്കളെ പള്ളി കൊണ്ടുപോകും. നബിന്റെ കാലത്ത് കള്ളുടിച്ചിരുന്നല്ല. ഉമർ റളിയല്ലാഹു കള്ളുടിച്ചാണ്ട് കാലത്ത് ഓതിയപ്പോ ഈ നിസ്കാരങ്ങൾ തെറ്റി അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചു. നിരോധനം വന്നത് സ്ത്രീ സംഘടിക്കുന്നതിന് നിരോധനാജ്ഞയായിട്ട് വന്ന അതീതള്ളത്. ഞങ്ങൾ തടഞ്ഞിരിക്കുന്നു എന്ന് ഏതെങ്കിലും സാഹിബിമാര് പറഞ്ഞതായിട്ട് കൊണ്ട് പറഞ്ഞിട്ടില്ലേ? കാരണം മുൻകാലത്ത് പെണ്ണുങ്ങൾ പള്ളി പുറത്തിറങ്ങിയിരുന്നത് പോലെ നിങ്ങൾ എന്തായാലും പുറത്തിറങ്ങരുത്. കാലത്ത് ഇറങ്ങിയത് നിങ്ങൾ നിസ്കാരം നടത്തണം. അൽമുർഷിദ് കൊണ്ടുവരാ നിങ്ങന്മാരിത് മനസ്സിലാക്കണം. ഇത് പെണ്ണുങ്ങൾ പള്ളി പോകാൻ ഇപ്പൊ ഞാൻ ചോദിക്കണല്ലേ, ഈ അതായത് ഖദീജദാത്താക്ക് എപ്പോൾ പോകണ്ട, അതിന് മുമ്പുള്ളവരില്ലേ പോകാൻ? ഖദീജദാത്ത നമ്മ പോയില്ല, വെല്ലിമ്മ പോയില്ല, വെല്ലിമ്മന്റെ വെല്ലിമ്മ പോയില്ല, അതൊന്നും പോയില്ല. പിന്നെ എന്റെ ഈ പെണ്ണിന് മാത്രം പോകുന്നു. അങ്ങനെയാണല്ലോ ഈ പെണ്ണ് പള്ളി പോയി ഇത്രയും പുണ്യമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ മറ്റേ പെണ്ണുങ്ങൾ വെറുതെ ഉത്തരവിരിക്കുവോ? ഈ ഖദീജ ഔദായ പള്ളിയിൽ കുറച്ച് കേരളം ഉണ്ടായിരുന്ന 1900 ഇങ്ങനെ ചെയ്യാൻ പഠിപ്പിക്കാൻ പഠിക്കാം. ഒരു വർത്താനം വരുന്നത് അത് കുടിക്കാൻ പഠിക്കാം. ഇവിടെ അങ്ങനല്ല. എന്തിനാ വിളിക്കുന്ന അറിയോ? ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞാ ഇത് ഇത് ദീൻ ഇസ്ലാം കാര്യമാണ്. കാരണം മുഖാമുഖം വെക്കാനുള്ള പരിപാടി ഇവിടെ ലാസ്റ്റ് ഞാൻ വേറൊന്നില്ല എന്നാണ് ഞങ്ങൾ തൊള്ളാൾക്കൊണ്ടേ. ഇതിന് തെളിവാണോ? ഞാൻ ഷബീർ എന്ന് പറയും, അന്റെ റെക്കോർഡില്ല ചേട്ടാ ഉസ്മാൻ അത് പറഞ്ഞിരിക്കുന്നു അറിയും. അപ്പൊ ഞാൻ വെച്ച് കൊടുക്കണം, ഉസ്മാൻ ചേട്ടേക്കണേ നീ പറഞ്ഞ തെറ്റാണ് ഉസ്മാൻ എന്ന് പറയണ്ടേ. മുർഷിദ് പറഞ്ഞു എന്താ ചെയ്യാ? അതെ ഒതായ പള്ളിയിൽ